ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായവി ട്രേഡിംഗ്. അപ്പോൾ നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ കോട്ടക്സ് ആണ്. കോട്ടക്സിൽ നമ്മൾ എന്താ ഇന്നത്തെ കാര്യം, നമ്മൾ സ്ട്രാറ്റജിയും കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് ഒരുപാട് സ്ട്രാറ്റജികളും കാര്യങ്ങളും, അതുപോലെ തന്നെ എങ്ങനെ ട്രേഡ് എടുക്കുന്നു, എങ്ങനെയാണ് നമ്മൾ വിൻ ചെയ്യുന്നത്, എങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓൾറെഡി എന്താ പറയുക വീഡിയോസായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അല്ലേ. ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, സ്ട്രാറ്റജീൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാം. എവിടെ? നമ്മുടെ മായാവി ട്രേഡിംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ. ഓക്കെ, അതിൻ്റെ ആ ഓരോ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഉള്ള എല്ലാ ആക്സസും നമ്മുടെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താ പറയുക, ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ട്രേഡ് എടുക്കുന്നവർ, ഓക്കെ, കോട്ടക്സിൽ ട്രേഡ് എടുക്കുന്നവർ എന്തൊക്കെ നിയമങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, നമ്മൾക്ക് രണ്ട് വിധത്തിലുള്ള സിഗ്നൽസാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ VIP ഗ്രൂപ്പിൽ. അതിനു മുമ്പ് ഞാൻ പറയട്ടെ, നമ്മൾ കോട്ടക്സിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, കോട്ടക്സിൽ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ലിങ്ക് ഉപയോഗിച്ചിട്ട്, നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നമ്മുടെ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ ID നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മളത് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ്. അങ്ങനെ ജോയിൻ ചെയ്യുന്നവർക്ക് VIP ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അവിടെ നമ്മൾ സിഗ്നൽസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി ചെയ്യുന്നതൊക്കെയാണ്. അങ്ങനെ ചെയ്യുന്ന ആ സിഗ്നൽസ് നിങ്ങൾക്കും കൂടെ ഞാൻ എടുക്കുന്ന ട്രേഡിൻ്റെ ഒരു കോപ്പി പോലെ നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ മാത്രം VIP ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ VIP ഗ്രൂപ്പ്. ഓക്കെ, ഇത് നിങ്ങൾ കറക്റ്റായിട്ട് കാണുക. ഇതാണ് നമ്മുടെ VIP ഗ്രൂപ്പ്. ഈ VIP ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളാണ്. ഓക്കെ, നമ്മുടെ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു പാസീവ് ഇൻകം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നവരാണ്, ഒരു പാസീവ് ഇൻകം നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നോളജ് നിങ്ങൾക്ക് വേണം. ഓക്കെ, ട്രേഡിംഗ് എന്താണെന്നുള്ള നോളജ് വേണം. ഇതും ഒരു ട്രേഡിംഗ് ആണ്, ബൈനറി ട്രേഡിംഗ് ആണ് എന്നുള്ളതിൻ്റെ നോളജിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് കയറാവുന്നതാണ്. ഓക്കെ, ഇനി അല്ലാത്തവർക്കും യൂട്യൂബ് ചാനലിൽ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്ന് പറഞ്ഞ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയിട്ട്, നമുക്ക് കോട്ടക്സിൽ വേറൊരു ഗുണമുണ്ട്, നമുക്ക് ഡെമോ അക്കൗണ്ട് ഉണ്ടാകും. ആ ഡെമോ അക്കൗണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ VIP ഗ്രൂപ്പ്. രണ്ട് വിധത്തിലുള്ള സിഗ്നൽസാണ് നമ്മൾ ഇടാറുള്ളത്. ഓക്കെ, ഒന്ന് പറഞ്ഞാൽ ലൈവ് സിഗ്നലായിട്ട് ഇങ്ങനെ സിഗ്നൽ ഇങ്ങനെ നോക്കിയാൽ USD NGN ഇങ്ങനെ ഇടും. ഓക്കെ, ഇത് കോളെന്ന് വരും. കോളെന്ന് പറഞ്ഞാൽ അപ്പിലേക്ക്, പുട്ടെന്ന് പറഞ്ഞാൽ ഡൗണിലേക്ക്. അപ്പോൾ ആ സമയത്ത് നോക്കിയേ ഇവിടെ കറക്റ്റായിട്ട് ഇതിൻ്റെ ടേക്ക് ട്രേഡ് നെക്സ്റ്റ് ക്യാൻഡിൽ. അപ്പോൾ ഞാൻ ഈ കോളെന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ എടുക്കേണ്ട ട്രേഡ് എന്നാൽ നെക്സ്റ്റ് ക്യാൻഡിലിൽ. ഓക്കെ, ഇത് ലൈവായിട്ടായിരിക്കും. ലൈവായിട്ട് ഇതേപോലെ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സിഗ്നൽസ് വരും. ഓക്കെ, ഇവിടെ നിങ്ങൾ വേറെ ഒന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ സെറ്റ് ചെയ്യേണ്ടത് എന്താണ്, അത് അങ്ങോട്ട് മാറ്റിക്കോട്ടെ. ഇവിടെ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്, നിങ്ങൾ ഇവിടെ 1 മിനിറ്റ് ഇവിടെ ഉണ്ടോ, ഇവിടെ ക്യാൻഡിൽ നിങ്ങൾ ഇപ്പോൾ 2 മിനിറ്റ്സ് ആണ് വെക്കുക. ഇത് നിങ്ങൾ 1 മിനിറ്റിലേക്ക് വെക്കുക. ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഏരിയ എങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇവിടെ ക്യാൻഡിൽസ് എന്ന് പറഞ്ഞുണ്ടോ, ഇതും കൂടെ സെറ്റ് ചെയ്യുക. ഇത്രയും നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യേണ്ട ആവശ്യം. 1 മോർ ഇവിടെ സ്വിച്ച് ടൈം എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും ടൈമർ എടുക്കുക. ടൈമർ എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ്സ്, 5 സെക്കൻഡ്, 10 സെക്കൻഡ്, 15 സെക്കൻഡ്, 30 സെക്കൻഡ് ഇങ്ങനെയുള്ള ഇതിനാണ് ടൈമർ എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ടൈമറിൽ നമ്മൾ ട്രേഡ് ചെയ്യില്ല. നമ്മൾ സ്വിച്ച് ചെയ്തിട്ട് നമ്മൾ ഡിഫാൾട്ട് ടൈമിലാണ് നമ്മൾ ട്രേഡ് ചെയ്യണത്. മനസ്സിലാവുന്നുണ്ടോ? ഡിഫാൾട്ട് ടൈമിലാണ്. ഈ ടൈം എന്തും ആയിക്കോട്ടെ, നിങ്ങൾ ഏത് രാജ്യത്തിരുന്നോട്ടെ, നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾ അവിടുത്തെ ഡിഫാൾട്ട് ടൈമിൽ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്. ഡിഫാൾട്ട് ടൈമിൽ ഇതുണ്ടോ, ഡിഫാൾട്ട് ടൈം വരും. അതിൽ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഡിഫാൾട്ട് ടൈമിൽ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ട്രേഡ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ എമൗണ്ട് വെക്കും. നമ്മൾ എത്രയാണോ നമ്മൾ ട്രേഡ്, ഇനിയിപ്പോൾ INR-ലാണെങ്കിൽ INR, ഇനി മറ്റേ ഡോളറിലാണെങ്കിൽ ഡോളറിൽ എത്രയാണ് നിങ്ങൾ എമൗണ്ട് ഇവിടെ സെറ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ച് മറ്റേ കോൾ പറഞ്ഞ അപ്പിലേക്ക്, പുട്ട് പറഞ്ഞാൽ ഡൗണിലേക്ക്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ ഇങ്ങനത്തെ സിഗ്നൽ വരുമ്പോൾ, ലൈവ് സിഗ്നൽസ് വരുമ്പോൾ, ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട
രീതിയാണ് ഇത്. ഓക്കെ, നമ്മളിങ്ങനെ ലൈവ് സിഗ്നൽസ് നോക്കി കണ്ടോ, 3 സിഗ്നൽ കൊടുത്തു, 3 പിന്ന്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സിഗ്നൽസ് വരുന്നത് എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഇപ്പം ഞാൻ പറഞ്ഞ പോലത്തെ സെറ്റിങ്സ് ആണ്. ക്ലിയർ? ഇനി നമ്മൾ അഡ്വാൻസ് സിഗ്നൽസ് തരും. ഇതേപോലെ അഡ്വാൻസ് സിഗ്നൽസ് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അഡ്വാൻസ് സിഗ്നൽസ്, ഈ അഡ്വാൻസ് സിഗ്നൽസിൽ ഇങ്ങനെ ടൈമിങ്സ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, 21, 21:04. 21 എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്ന് പറഞ്ഞേ? 21 എന്ന് പറഞ്ഞാൽ 9 മണി അല്ലേ? ഇത് റെയിൽവേ ടൈം അല്ലെങ്കിൽ 24 hours ടൈം എന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങൾ 21 എന്ന് പറഞ്ഞാൽ 9 മണി. ഓക്കെ, ഇതിൽ ഓൾറെഡി നിങ്ങൾക്ക് ടൈം ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതേ ടൈമിൽ നിങ്ങൾ പോയിട്ട് ട്രേഡ് എടുക്കണം. ഇപ്പോൾ 21 എന്ന് പറഞ്ഞാൽ 9 മണിയാണ്. ആ 21 ടൈമിൽ തന്നെ നിങ്ങൾ പോയിട്ട് USD PKR എന്ന് പറയുന്ന ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. USD PKR OTC കോൾ അല്ലേ? 21 നമ്മൾ നോക്കിയേ. 21 ഓക്കെ, ഇവിടെ നിങ്ങൾ ഇവിടെ 21. ഓക്കെ, 21 നിങ്ങൾ പോവുക. ഇത് വേറെ സെറ്റിങ്സ് ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, 21 പോയിട്ട് ഞാൻ കാണിച്ചു തരാം. 21 പോയിട്ട് നിങ്ങൾ കോൾ ആണെങ്കിൽ അപ്പിലേക്ക് ട്രേഡ് എടുക്കുക. ഓക്കെ, ഇഫ് ലോസ് ആണെങ്കിൽ 1 സ്റ്റെപ്പ് MTG നിങ്ങൾ ഉപയോഗിക്കുക. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നിങ്ങൾ 2 ടൈപ്പിലുള്ള സിഗ്നൽസ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതിന് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ 1 മിനിറ്റ്, അതുപോലെ ഈ ഡിഫാൾട്ട് ടൈം, ഇതൊക്കെ കറക്റ്റാണ്. ഇനി വേറൊരു സെറ്റിങ്സ് കൂടെ നിങ്ങൾ ചെയ്യാനുണ്ട്. അത് ഈ സെറ്റിങ്സിൻ്റെ ബട്ടൺ കണ്ടോ, ഇവിടെ കണ്ടോ ഒരു ഗിയറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നോക്കിയാൽ ടൈം സോൺ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി 13:45 എന്ന് മാറ്റി വെച്ചതാണ്. ഞാൻ ഇതിലെല്ലാം ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ടൈം സോണിൽ നിങ്ങളിവിടെ പോവുക, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഇന്ത്യൻ ടൈം, നിങ്ങൾ ഏത് രാജ്യത്തായിക്കോട്ടെ, ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഏത് രാജ്യത്തായിക്കോട്ടെ, നിങ്ങളുടെ UAE, നമ്മുടെ UAE നമ്മുടെ മെമ്പേഴ്സ് ഉണ്ട്, ഖത്തറുണ്ട്, മറ്റേ UK ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് ഉള്ള മെമ്പേഴ്സുകൾ ഇഷ്ടം പാരെയുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ടത് ഈ അഡ്വാൻസ്ഡ് സിഗ്നൽസ്, ഇങ്ങനത്തെ സിഗ്നൽസ്, ഈ സിഗ്നൽസ് നിങ്ങൾ ചെയ്യുമ്പോൾ ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടൈം സോൺ ഇന്ത്യൻ ടൈം ആക്കി UTC + 5:30 ആക്കി മാറ്റുക എന്നുള്ളതാണ്. ക്ലിയർ? ഇപ്പം നോക്കിയേ, ഇപ്പം കറക്റ്റ് നോക്കിയേ 10:38 ഞാൻ. ഓക്കെ, 10:38. ഇപ്പം ഞാൻ 10:38 7-ാം തീയതി 7th നവംബറിൽ 10:39 എന്നാണ്. ഇപ്പോൾ 39 എന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അതേ കറക്റ്റ് ഇന്ത്യൻ ടൈമിലേക്ക് വന്നു. ഇനി നിങ്ങളിവിടെ നോക്ക്, 21 USD PKR. ഓക്കെ, 21 USD PKR അപ്പിലേക്ക്. PKR എവിടെ? PKR എടുത്തു. 21 എവിടെ? ഇതിപ്പോൾ ഇന്നലത്തെ ട്രേഡാണത് കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ ബാക്കോട്ട് പോകണം. 21 എവിടെയെന്ന് നോക്കണം. 21 എവിടെ പോയി? 5. ഓക്കെ, 3 വെളുപ്പാങ്കാലായി. 1 o'clock 23. ഓക്കെ, 23 ആയി. ഇവിടെ നിങ്ങൾ ഇവിടെയാണ് സമയം നോക്കേണ്ടത്. താഴെ കണ്ടോ? നിങ്ങൾ താഴെ കണ്ടോ? ഇതാട്ടോ നിങ്ങൾ നോക്കണേ. ഈ സമയം ഈ താഴെ കാണുന്നത്. ഓക്കെ, 21 നമ്മുടെ ടൈം ഇതെത്രയായിരുന്നു? 21 USD PKR അപ്പിലേക്ക്. 21 ഓക്കെ, ഇതാണ് 21. നോക്കിയേ, ഇവിടെ കണ്ടോ 21 കണ്ടോ? ഇതാണ് 21 USD PKR അപ്പിലേക്ക്. കണ്ടോ? ഗ്രീൻ ക്യാൻഡിൽ അപ്പിലേക്ക്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ സിഗ്നൽസ് എടുക്കേണ്ടത്. ഇതേപോലത്തെ അഡ്വാൻസ്ഡ് ആയിട്ട് തരുന്ന ഈ സിഗ്നൽസ് നിങ്ങൾ എടുക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യേണ്ടത് 5:30 എന്ന് പറയുന്ന അത് ടൈം സോൺ നിങ്ങൾ ചേഞ്ച് ചെയ്യണം. ക്ലിയർ? അപ്പോൾ എന്തായി? റിസൾട്ട് എന്തായി? എല്ലാം വിന്ന്. കണ്ട? ലോസും വരാം, അതിൽ ലോസും ഉണ്ടാവാം. അത് ലോസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് റിക്കവർ ചെയ്യാനുള്ള സിഗ്നൽസും ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇങ്ങനെയാണ് നിങ്ങൾ അഡ്വാൻസ്ഡ് സിഗ്നൽസ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മുടെ ടൈമിങ്സൊക്കെ എത്ര മണിക്കാണ്? ഇന്ത്യൻ സമയം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്ത്യൻ സമയം 11 AM. അപ്പോൾ നിങ്ങൾ യൂറോപ്പിലുള്ള അല്ലെങ്കിൽ മറ്റേ ഇവിടെയുള്ള ഫ്രാൻസ് അല്ലെങ്കിൽ മറ്റേ ദുബായിലുള്ള, ഖത്തറിലുള്ള, അജ്മാനിലുള്ള, എവിടെയായാലും സൗദിയിലുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? ഇന്ത്യൻ സമയം 11 AM.
മറ്റേ സിഗ്നലാണെങ്കിൽ നിങ്ങൾ ടൈം ചെയ്യേണ്ട ആവശ്യമില്ല, ഇന്ത്യൻ ടൈം ആക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏത് സമയത്ത്, കാരണം ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് തരുന്നു, ആ സമയത്ത് നിങ്ങൾ ട്രേഡ് എടുക്കുന്നു. അവിടെ നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അഡ്വാൻസ് സിഗ്നൽസ്, ഇങ്ങനത്തെ സിഗ്നൽസ് തരുന്ന സമയത്ത് നിങ്ങൾ ഇന്ത്യൻ സമയം നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഇന്ത്യൻ സമയം 11 AM, ഇന്ത്യൻ സമയം 2 PM. 2 PM എന്ന് പറയുമ്പോൾ 14 വരും ഇവിടെ അല്ലേ. ഇന്ത്യൻ സമയം 9 PM, 21 വരും. ഇന്ത്യൻ സമയം 10 PM, 22 വരും. മനസ്സിലാവുന്നുണ്ടോ? UA സെക്ഷൻ എന്ന് പറയുന്നത് UA സമയമല്ല, ഇന്ത്യൻ സമയമാണ്. ഓക്കെ, UA സെക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ഗ്രൂപ്പിൻ്റെ പേരാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇന്ത്യൻ സമയത്ത് നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ എന്നാലും ഞാനൊന്ന് ഒന്നും കൂടെ ഒന്ന് എന്താ പറയുക, ഒന്നും കൂടെ ഒരു റിമൈൻഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടി പുതിയ ആൾക്കാർ, ന്യൂ മെമ്പേഴ്സുകൾ ഒരുപാട് പേര് ജോയിൻ ചെയ്തു. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആകും. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു വീഡിയോ നിങ്ങൾ പിൻ ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി 21 USD PKR കോള് വന്നു. 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മണിക്ക് നിങ്ങൾ അപ്പിലേക്ക് ട്രേഡ് എടുക്കാൻ പറഞ്ഞു. ഓക്കെ, ഇത് നമുക്ക് മാറ്റി വെക്കാം. 21 നമ്മൾ ഇവിടെ അപ്പിലേക്ക്, ഈ ഒരു കാര്യം അപ്പിലേക്ക് എടുക്കുന്നു. ഇത് അപ്പിലേക്ക് പോയില്ല എന്ന് വെക്കുക, ഇത് ഡൗണിലേക്ക്, ഇതേപോലെ റെഡ് ക്യാൻഡിൽ വന്നു. റെഡ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ പറയാം, ഇതാണ് ഈ റെഡ്, ഇതിപ്പോൾ 21 ആണെന്ന് വിചാരിച്ചോട്ടെ, എക്സാമ്പിൾ പറഞ്ഞത്. ഈ ഒരു ക്യാൻഡിൽ 21 ആണെന്ന് വിചാരിച്ചോട്ടെ, ഈ ഒരു ക്യാൻഡിൽ 21 ആണെന്ന് വിചാരിച്ചോട്ടെ. ഓക്കെ, ഒരു മിനിറ്റ്, കുറച്ചുകൂടി എളുപ്പത്തിന് നിങ്ങൾക്ക് ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ 21 ആയിക്കോട്ടെ വിചാരിച്ചോളാം. ഈ ഒരു ക്യാൻഡിൽ നിങ്ങളോട് എന്താണ് പറഞ്ഞത്? 21ൻ്റെ ക്യാൻഡിൽ അപ്പിലേക്ക് എടുക്കാനാണ് അല്ലേ? നിങ്ങൾക്ക് ഈ ക്യാൻഡിൽ എന്താണ് ഉണ്ടാവണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ 21 നിങ്ങൾ അപ്പിലേക്ക് എടുത്തു. നിർഭാഗ്യവശാൽ ഇത് ഡൗണിലേക്ക് വന്നു. നമ്മൾ എല്ലാ ക്യാൻഡിലും അപ്പിലേക്ക് പോകുമെന്ന് നമുക്ക് വിചാരിക്കുമല്ലോ. ഇത് ഡൗണിലേക്ക് വന്നു. എന്തായി? ഇവിടെ ലോസായി. ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിങ്ങൾ 100 രൂപയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്യാൻഡിൽ 200 rupees ഇട്ടിട്ട്, എന്ന് വെച്ചാൽ 1 step MTG ഡബിൾ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്യാൻഡിൽ അപ്പിലേക്ക് തന്നെയല്ലേ പറഞ്ഞത്? നെക്സ്റ്റ് ക്യാൻഡിൽ നിങ്ങൾ അപ്പിലേക്ക് ഇട്ടിട്ട് ഇടണം. മനസ്സിലാവുന്നത്? ഇതിനെയാണ് 1 step MTG എന്ന് പറയുന്നത്. ഓക്കെ, 1 step MTG എന്ന് പറയുന്നത് ഇതിനെയാണ്. മനസ്സിലാവുന്നുണ്ടോ? വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കുന്നത് എങ്ങനെയാണെന്നും ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. പക്ഷേ പുതിയൊരാൾക്കും കൂടി പിന്നെയും ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിന് നല്ലത് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ക്ലിയർ? അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഗതി. ഇത്രയേ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അതിപ്പോൾ നിങ്ങൾ മറ്റേ ലൈവായിട്ട് സിഗ്നൽ തന്നാലും ലോസായി ഓപ്പോസിറ്റ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 1 step MTG എടുക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ശരി, അപ്പോൾ എല്ലാവർക്കും നല്ല ഭാവി നേരുന്നു. എല്ലാവർക്കും നല്ല ട്രേഡിങ്, നല്ല പ്രോഫിറ്റുകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബൈ.